ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മളിത് കിടക്കുന്നത്. പാഠത്തിന്റെ പേര് മത്സ്യം. എഴുതിയിട്ടുള്ളത് TP രാജീവൻ എന്ന സാഹിത്യകാരനാണ്. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. മണൽത്തരിയോളം പോന്നൊരു മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ, ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല, ചൂണ്ടക്കുളുത്തുകൾക്ക് അവനെ പോലെ വളയാനും, വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല. അപ്പം ഇവിടെ ഒരു മത്സ്യത്തെയാണ് കവി അവതരിപ്പിക്കുന്നത്. അവൻ മണൽത്തരിയോളം ചെറിയ ഒരു മത്സ്യമാണ് അല്ലേ. അപ്പോൾ ആ സമൂഹത്തിലെ തന്നെ ചെറുതുകളുടെ ഒരു പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ മത്സ്യത്തെ കാണാം. അപ്പം മണൽത്തരിയോളം മാത്രം വലിപ്പമുള്ള ആ മത്സ്യം കടൽ തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നു. അപ്പം അവൻ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. ഈ വലിയ ശക്തിയുള്ള ആ കടലില് ഒരു മണൽത്തരിയോളം പോലെയുള്ള ആ കുഞ്ഞു മത്സ്യം വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അവൻ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുകയാണ്. വേണമെങ്കിൽ ഒരു അതിജീവനമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ, പ്രതിരോധം എന്ന് പറയാം, അതിജീവനത്തിനുള്ള ശ്രമം എന്ന് പറയാം. എന്തായിരുന്നാലും ചെറുതുകളുടെ ഒരു പ്രതിരോധവും അതിജീവനവും തന്നെയാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ, അവന് പ്രത്യേകിച്ച് അവന് ഈ വേലിയേറ്റങ്ങളുള്ള സമയത്ത്, കടലിലെ തിര ഏറ്റവും ഉയരത്തിലാവുന്ന സമയമാണല്ലോ വേലിയേറ്റം എന്ന് പറയുന്നത്. ആ സമയത്ത് അവൻ എല്ലാറ്റിൻ്റെയും മുകളിൽ, എല്ലാ കൊടികൾക്കും മുകളിൽ എന്നാണ് പറയുന്നത് അല്ലേ. വേണമെങ്കിൽ അതിനെ ഒരു പ്രസ്ഥാനങ്ങളുടെ കൊടിയായിട്ട് നമുക്ക് കാണാം അല്ലേ. പല പല പ്രസ്ഥാനങ്ങളാണല്ലോ മനുഷ്യനെ വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവജാലങ്ങളെ വേർതിരിക്കും. ഒരു മനുഷ്യന്റെ തന്നെ പ്രതിനിധിയാണല്ലോ മത്സ്യം എന്ന് പറയുന്നത്. ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ, ഈ വേലി ഇറക്കത്തിന്റെ സമയത്ത് അവൻ എല്ലാ രഹസ്യങ്ങളും ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എല്ലായ്പ്പോഴും അവൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കൊടികൾക്ക്, എല്ലാ കൊടികൾക്കും മുകളിലേക്ക് പോകുമ്പോഴും ഈ കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോഴും ഒക്കെ അവനെ തന്നെ രക്ഷപ്പെടാനും, അവനെ തന്നെ ആരുടെയും കീഴിലാവാതെ, ആരുടെയും പാരതന്ത്ര്യത്തിൽ പെടാതെ സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു വ്യഗ്രതയാണ്, അല്ലെങ്കിൽ നിരന്തരമായ ഒരു ശ്രമമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ കൊടികൾക്കും മുകളിൽ ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും, കടലിന്റെ അടിത്തട്ടെന്ന് പറയുന്നത് വലിയ രഹസ്യങ്ങളുടെ കലവറയാണല്ലോ, അതിൻ്റെ എല്ലാം അടിയിൽ അവൻ അവൻ്റെതായ ലോകം സൃഷ്ടിക്കുന്ന, അവൻ്റെതായ സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമത്തിലാണ്. ആർക്കും വിധേയനാവാതെ സ്വന്തം സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ വ്യഗ്രത അല്ലെങ്കിൽ പരിശ്രമം എന്നൊക്കെ നമുക്ക് ഈ മത്സ്യത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് കാണാൻ കഴിയും. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല, ചൂണ്ടക്കുളുത്തുകൾക്ക് അവനെ പോലെ വളയാനും, വായ്ത്തലകൾക്ക് അവന്റെ വേഗവും കിട്ടിയില്ല. വളരെ സവിശേഷമായ പ്രയോഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന. വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല. ആ വലക്കണ്ണികൾക്കിടയിലൂടെ അവൻ രക്ഷപ്പെട്ടു പോവുകയാണ് എല്ലായ്പ്പോഴും. ഒരിക്കലും അവനെ വലയിൽപ്പെടുത്താൻ കഴിയുന്നില്ല. അതുപോലെ ചൂണ്ട ഇട്ട് പിടിക്കാമെന്ന് വിചാരിച്ചാൽ അവൻ ചൂണ്ടക്കുളുത്തുകളേക്കാൾ വളയാൻ കഴിവുള്ളവനാണ്. അതുപോലെ വാളിന്റെ വായ്ത്തലകൾക്ക് അവന്റെ വേഗമില്ല, അത്ര വേഗത്തിലാണ് അവൻ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് മിന്നി മറയുന്നത്. അപ്പം ഒരിടത്തും പിടികൊടുക്കാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരിടത്തും പിടികൊടുക്കാത്ത ഒന്നിന്റെ പ്രതീകമാണ് മത്സ്യം. അവനെ പരുന്തൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ, ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ, ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. ഒരു തരത്തിൽ അവനെ മെരുക്കിയെടുക്കാനോ, ഒരു തരത്തിൽ അവനെ വലവീശി പിടിച്ച്, അല്ലെങ്കിൽ അവനെ മറ്റൊരാളിന്റെ സ്വാധീന വലയത്തിലാക്കാൻ അവൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാൻ കഴിഞ്ഞില്ല. പരുന്തുകളൊക്കെ റാഞ്ചിക്കൊണ്ട് പോകുമല്ലോ മത്സ്യത്തെ, പക്ഷെ ഇതവിടെ നടപ്പിലായില്ല. ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനില്ല, ഉണക്കാൻ വേണ്ടി മത്സ്യത്തെ പിടിച്ച് ഉണക്കുന്ന ഉപ്പുവയലുകൾക്ക് അവനെ ഉണക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ അവനെ ശീതീകരിച്ച് സൂക്ഷിക്കാൻ, ധ്രുവങ്ങൾക്ക് പോലും അവനെ ശീതീകരിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ അവൻ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കുന്നവനാണ്, അത്രയേറെ അവൻ സ്വാതന്ത്ര്യമോഹിയാണ്, അത്രയേറെ അവൻ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നക്ഷത്രങ്ങളും അവതാരങ്ങളും അവന്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. അതൊന്നും അവനെ സ്വാധീനിച്ചില്ല. അതവന്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ അതൊന്നും അവന് ബാധകമായില്ല. അവനൊന്നിൻ്റെയും കീഴിൽ അണിനിരക്കാൻ തയ്യാറായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല, ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല, ഒരു ചന്തയിലും നാണം കെട്ടില്ല.
അവനെ ഒരു കഥയ്ക്കും കഥാപാത്രമായി എടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ അവനെ ഒരു കണ്ണാടിയിലും കാഴ്ചവസ്തുവായി കിടക്കാൻ അവൻ തയ്യാറായില്ല. ഒരു ചന്തയിലും അവനെ വിൽക്കാനായി വെക്കാൻ സാധിച്ചില്ല. കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടു പോലെ ഓടിക്കൊണ്ടിരുന്ന നിരന്തരമായ ഓട്ടത്തിലായിരുന്നു അവന്റെ ജീവിതത്തെ രക്ഷിക്കാൻ, അവന്റെ ജീവിതം സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിതം ആഘോഷിക്കാൻ, അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ, അല്ലെങ്കിൽ ജീവിക്കാൻ ഭ്രാന്ത് പിടിച്ച കടലിന്റെ രക്തത്തിലൂടെ അവൻ ചുട്ടുപൊഴുത്ത സൂചിപ്പൊട്ടു പോലെ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടേയിരുന്നു. കാരണം എന്താണ്? പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരുന്നത് അവൻ അറിയുന്നില്ല. എങ്കിലും അവന് ചിലത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തമാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ആ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ അവൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാത്തിലും നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രതീകമായിട്ടാണ് നമുക്ക് ഇവിടെ മത്സ്യത്തെ കാണാൻ കഴിയുന്നത്. അവന് പക്ഷെ ഒരു കാര്യം അവന് ബോധ്യമാണ്, ഏത് നിമിഷം വേണമെങ്കിലും അവനെ വിഴുങ്ങാനായിട്ട് ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരികയാണ്. തന്നെ അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരു കടൽ പിന്നിലുണ്ട്, ഏത് നിമിഷവും അത് തന്നെ കീഴടക്കിയേക്കാം എന്ന തോന്നല് അതിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പിടികൊടുക്കുകയില്ലെന്ന നിശ്ചയദാർഢ്യവും അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനെ സ്വതന്ത്രമോഹിയായ, സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന, എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ കരുത്താർജിക്കുന്ന, ഒന്നിൻ്റെയും കീഴിൽ അണിനിരക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമുക്കിവിടെ മത്സ്യത്തെ കാണാൻ കഴിയുന്നത്. അപ്പം ഇതാണ് ഈ രാഷ്ട്രതന്ത്രം എന്ന ടി.പി. രാജീവിൻ്റെ കവിതയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിതയാണ്. ഇതൊരു ഗദ്യ കവിതയാണെന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. ടി.പി. രാജീവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് വാതിൽ, രാഷ്ട്രതന്ത്രം, കോരിത്തരിച്ച നാൾ, പുറപ്പെട്ടു പോകുന്ന വാക്ക്, അതേ ആകാശം അതേ ഭൂമി, വിരുന്നു വന്ന വാക്ക്, വയൽക്കര ഇപ്പോഴില്ലാത്ത, പ്രണയശതകം, പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ വിവരണം അവസാനിക്കുകയാണ്. ചോദ്യോത്തരങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.